ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് അൽബീന. ഇതെൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ മൂത്ത കുഞ്ഞ്, ഇത് ഞങ്ങളുടെ മോള്. ഈ മോക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നത്. ഒത്തിരി സന്തോഷത്തോടെ അതിലേറെ നന്ദിയോടെയും കൂടിയാണ് ഞാൻ ഇന്ന് അൾത്താരയിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് 2022 ഓഗസ്റ്റ് 1-നാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടത് 2018 കേൾക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ ഡെലിവറി 7-ാം മാസത്തിൽ എനിക്ക് കുഞ്ഞു നഷ്ടപ്പെടുകയുണ്ടായി. അതായത് 7-ാം മാസത്തിൽ ജീവനില്ലാത്ത കുഞ്ഞിനെ നോർമൽ ഡെലിവറിയുടെ സ്വീകരിക്കേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ മാനസികാവസ്ഥയിൽ എനിക്കുണ്ടായ സങ്കടങ്ങളെ മറികടക്കാനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി കൊണ്ടുതന്ന പത്രത്തിലൂടെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത്. ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിലും എനിക്ക് വില്ലനായിരുന്നത് എൻ്റെ ഷുഗറും BP ഇല്ലായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രസവത്തിലും 5-ാം മാസത്തിലാണ് എനിക്ക് എല്ലാ പ്രസവത്തിലും ഷുഗർ ആരംഭിക്കുന്നത്. പക്ഷേ കൃപാസനത്തെക്കുറിച്ച് കേട്ടെങ്കിലും ഏതാണ്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഡിപ്രഷൻ സ്റ്റേജ് അവസാനിച്ചതോടുകൂടി കൃപാസനത്തിൽ വരണമെന്നോ കൂടുതൽ അറിയണമെന്നോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ശ്രമിച്ചില്ല. കാരണം ഒരു നേഴ്സായിരുന്നതുകൊണ്ട് എന്നെ ഷുഗറാണ് വില്ലൻ, കുറച്ചും കൂടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയും മെഡിസിനിൽ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാവാം എനിക്ക് ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. മൂന്നാമത് വീണ്ടും ഞാൻ 2020 പ്രഗ്നൻ്റായി. പക്ഷേ ഇവിടെ വരണമെന്നുള്ളത് മാതാവിൻ്റെ നിയോഗമായിരുന്നത് കൊണ്ടാവാം 2-ാം മാസത്തിൽ തന്നെ എനിക്ക് കുഞ്ഞ് നഷ്ടപ്പെടുകയുണ്ടായിരുന്നു. മൂന്നാമത്തേത് ഞാൻ മെറിറ്റിൽ വിശ്വസിച്ചു. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആപ്തവാക്യം എനിക്ക് ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു എൻ്റെ മൂന്നാമത്തെ ഡെലിവറി. എന്തുകൊണ്ടെന്നാൽ 2-ാമത്തെ ഡെലിവറിയിൽ ഷുഗറാണ് വില്ലൻ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ മൂന്നാമത്തെ ഡെലിവറിയിൽ സാധാരണ എനിക്ക് 5-ാം മാസത്തിൽ ആരംഭിക്കുന്ന ഷുഗർ 2-ാം മാസം മൂന്നാമത്തെ ഡെലിവറിയിൽ ഷുഗർ ഇല്ലായിരുന്നിട്ട് കൂടി കുഞ്ഞിന് ഹാർട്ട് റേറ്റ് കുറയുന്നതിനാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും അതും എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. കാലക്രമേണ എനിക്കിവിടെ വരണമെന്നുള്ള ആഗ്രഹം പോകുമോ എന്ന് പേടിച്ച് ഒരു വിതിൻ 15 ഡേയ്സ് തന്നെ ഞാൻ മൂന്നാമത്തെ അബോർഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കൃപാസനത്തിൽ വരികയും തീക്ഷ്ണമായിട്ട് ഉടമ്പടി കാണുകയും പ്രാർത്ഥിക്കുകയും 2011 ഓഗസ്റ്റ് 1 ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്നിവിടെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഉടമ്പടി പുതുക്കുമെന്ന്. അങ്ങനെ 2022 നവംബർ 11 ഞാൻ സെക്കൻഡ് ഉടമ്പടി പുതുക്കി. പക്ഷെ 2ാമത് പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പുതുക്കുമെന്നുള്ള ആഗ്രഹത്തിന് പകരം ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുമെന്നുള്ള ഒരാശയം അല്ലെ ഒരാഗ്രഹം, ഒരു തോന്നൽ എന്നിലുണ്ടായി. ആഗ്രഹം പൂർത്തീകരിക്കത്തക്ക വിധം തന്നെ ഞാൻ 2023 ആരംഭത്തിൽ ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2023 സെപ്റ്റംബർ 21 മാതാവ് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആദ്യത്തെ 3 ഡെലിവറിയിലും എനിക്ക് തടസ്സമായിട്ടുണ്ടായിരുന്നത് ഷുഗർ മാത്രമായിരുന്നെങ്കിൽ മൂന്നാമത്തെ ഡെലിവറിയിൽ BP-യും കൂടി എനിക്കൊരു തടസ്സമായിരുന്നു. BP-യും ഷുഗറും എല്ലാമായി 7-ാം മാസം ആയപ്പോഴത്തേക്കും അൺകൺട്രോൾഡ് DM ആൻഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ് ചുമന്ന ഒരു റൗണ്ട് ഇട്ട ഒരു കേസ് ഷീറ്റാണ് ഞാൻ കാണാനിടയായത്. തീർത്തും എനിക്ക് ഇടയ്ക്കൊരു ചാഞ്ചല്യം വിശ്വാസത്തിലുണ്ടായി. എങ്കിൽ കൂടി എൻ്റെ മാതാവ് എന്നെ നേർവഴിക്ക് നയിച്ചു. 2ാമത്തെ ഡെലിവറിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഡെലിവറിക്ക് ഞാൻ ഏറ്റവും നല്ല ഹോസ്പിറ്റലും ഏറ്റവും നല്ല ഡോക്ടറെയും സെലക്ട് ചെയ്തു. മെറിറ്റിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നല്ല ഡോക്ടറെ കണ്ടാൽ എനിക്ക് മൂന്നാമത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രസവിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഈ മോളായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ഒരു സാധാരണ ഡോക്ടറെ കണ്ടു. പക്ഷേ എനിക്കുള്ളിലൊരു വിശ്വാസമുണ്ടായിരുന്നു, ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടുമെന്നുള്ളത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ 3900 വെയിറ്റുള്ള ഒരു കുഞ്ഞിനെ ഓഗസ്റ്റ് 29 ഹൈ ഷുഗർ ഹൈ BP-യോടുകൂടി എനിക്ക് സിസേറിയനിലൂടെ ലഭിച്ചു. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, പ്രസവത്തിന് തടസ്സങ്ങളുള്ള മക്കളെ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി എല്ലാവർക്കും ഇവിടെ ഒരു അമ്മയുണ്ട്, നിങ്ങൾക്ക് വരാം.
അതുപോലെ തന്നെ രണ്ടാമത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കിപ്പോൾ 39 വയസ്സായി. 35-ാമത്തെ വയസ്സിലാണ് ഞാൻ രണ്ടാമത്തെ ഡെലിവറി ചെയ്തത്. ഒരു പ്രഗത്ഭനായ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്ന കാര്യം, നിങ്ങൾ ഇനി പ്രസവത്തിന് നോർമലായിട്ട് ട്രൈ ചെയ്യേണ്ട, ബെറ്റർ ടു ഗോ ഫോർ IVF എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് മാതാവ് തരുമെന്നുള്ളത്. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ പ്രസവം ആരംഭിച്ച അന്ന്, ഡെലിവറി ആണെന്ന് അറിഞ്ഞ അന്ന് മുതൽ തന്നെ ഞാൻ നേർത്ത വസ്തുക്കൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വയറ്റിൽ ഞാൻ അന്ന് മുതൽ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ചിരുന്നു. അതുപോലെ തന്നെ വിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു ചാഞ്ചല്യം വരുന്ന സമയത്തൊക്കെ തൈലവും കാശുരൂപവും എനിക്ക് വളരെ ശക്തിയായിരുന്നു. ഞാൻ എന്ന് ഉടമ്പടി എടുത്തോ അന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ അണിഞ്ഞതാണ് ഈ ലോക്കറ്റ്. ഇന്ന് വരെ ഞാനിത് എൻ്റെ കഴുത്തിൽ നിന്ന് ഊരി മാറ്റിയിട്ടില്ല. ഒരു കൊന്ത പോലും ധരിക്കുന്നത് ഒരു നാണക്കേടായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഒരു കല്യാണത്തിന് പോകുമ്പോഴൊക്കെ കൊന്തയുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അഴിച്ചു മാറ്റിയിട്ട് നെക്ലേസ് കെട്ടിയിരുന്ന ഒരു ആളായിരുന്നു ഞാൻ. ഇന്നങ്ങനെയല്ല. ഈ കാശുരൂപം ഞാൻ അന്നണിഞ്ഞതാണ്. ഇന്ന് വരെ ഇതിൻ്റെ സംരക്ഷണ കവചം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ഒത്തിരി നന്ദി. അതുപോലെ തന്നെ ഈ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒത്തിരി പേരുണ്ട്. കാരണം ഞാൻ അറിഞ്ഞും അറിയാതെയും ഇവിടുത്തെ സാക്ഷ്യം പറഞ്ഞ പലരും എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ യൂട്യൂബിൽ വരുന്ന ഓരോ സാക്ഷ്യങ്ങളും ഒരു എനർജി ഡ്രിങ്ക് ആയിരുന്നു. എന്തെങ്കിലും വിശ്വാസത്തിലൊരു ചാഞ്ചല്യം വരുമ്പോൾ അച്ഛൻ്റെ ടോക്കും അതുപോലെ ഇവിടെ ഗാന ശുശ്രൂഷ ചെയ്ത ചേട്ടനെയും ചേച്ചിയെയും ഒത്തിരി സന്തോഷത്തോടെ അച്ഛനെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് വളരാൻ എന്നെ സഹായിച്ചതാണ് ഇവിടുത്തെ അച്ഛൻ്റെ പ്രസംഗവും അതുപോലത്തെ ഇവിടെ ഗാന ശുശ്രൂഷകളും. എന്നെ അറിഞ്ഞും അറിയാതെയും എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിച്ച ഇവിടെ സാക്ഷ്യം പറഞ്ഞ എല്ലാവരോടും ഒത്തിരി നന്ദി. ദൈവത്തിന് സ്തുതി.